നമസ്കാരം. 1000 കോടി രൂപയുടെ CSR ഫണ്ട് തട്ടിപ്പ് കേസിൽ അന്വേഷണം മുറുകിയതോടെ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ് നേതാക്കൾ. പ്രതിപട്ടികയിൽ ഒന്നാമതുള്ളത് ഒരു അനന്തു കൃഷ്ണൻ. പകുതി വിലയ്ക്ക് വീട്ടമ്മമാർക്ക് വാഹനങ്ങളും തയ്യൽ മെഷീനുമൊക്കെ വിതരണം ചെയ്യാൻ പദ്ധതിയൊരുക്കിയത് നാഷണൽ കോൺഫെഡറേഷൻ എന്ന സംഘടന. ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും വന്നുപെട്ടു. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 7ാം പ്രതിയാണ് ലാലി വിൻസെന്റ്. കേരളത്തെ ഞെട്ടിച്ച പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ കോൺഫെഡറേഷൻ ചെയർമാൻ സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ എന്ന നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ താൻ ഓഗസ്റ്റിൽ തന്നെ ചെയർമാൻ പദവി ഒഴിഞ്ഞിരുന്നെന്നും പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ നൽകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് താൻ ഒഴിഞ്ഞതെന്നുമാണ് ആനന്ദകുമാറിന്റെ വിശദീകരണം. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും വാങ്ങാൻ ആളുകൾ കൂട്ടമായി എത്തിയത് അവസരമായി കണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആനന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. NGO കോൺഫെഡറേഷന്റെ ചുമതലയിൽ നിന്ന് ആനന്ദകുമാർ ഒഴിഞ്ഞ സാഹചര്യവും പരിശോധിക്കുന്നുണ്ട്. ഇതിനിടെ തട്ടിപ്പിന്റെ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി ED പ്രാഥമിക വിലയിരുത്തൽ നടത്തിയതായാണ് സൂചന. പിടിയിലായ അനന്തു കൃഷ്ണൻ ആനന്ദകുമാറിന്റെ ബിനാമി ആണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം അനന്തു കൃഷ്ണന്റെ 4 അക്കൗണ്ടുകളിലേക്ക് 8 മാസം കൊണ്ടെത്തിയത് 500 കോടിയിൽ അധികം തുകയെന്നും കണ്ടെത്തി. അതേസമയം പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതിയായ അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലുള്ളത് വെറും 4 കോടി രൂപയാണ്. എന്നാൽ 1000-ലേറെ കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അപ്പോൾ ബാക്കി പണം എവിടെയെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഈ പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചോ പുറത്തേക്ക് കടത്തിയോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് അനന്തു കൃഷ്ണൻ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടിരിക്കുന്നത്. എന്നാൽ പോലീസിന്റെ ചോദ്യങ്ങളോട് സഹകരിക്കാത്ത സമീപനമാണ് അനന്തു കൃഷ്ണന്റെ ഭാഗത്തു നിന്നുള്ളത്. എന്നാൽ പകുതി വില തട്ടിപ്പിൽ അനന്തു കൃഷ്ണൻ തന്നെ ആയുധമാക്കിയെന്നും വഞ്ചിച്ചുവെന്നും ആരോപണ വിധേയനായ KN ആനന്ദകുമാർ പറഞ്ഞു. തട്ടിപ്പ് വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആനന്ദകുമാർ പ്രതികരിച്ചത്. പിന്നാലെ സുതാര്യതയിൽ സംശയം തോന്നിയപ്പോഴാണ് ഫെഡറേഷനിൽ നിന്ന് രാജിവെച്ചതെന്നാണ് ആനന്ദകുമാർ പറയുന്നത്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റാണ് അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തിയത്. സായി ട്രസ്റ്റിന് CSR ഫണ്ട് വാഗ്ദാനം ചെയ്തായിരുന്നു സന്ദർശനമെന്നും ആനന്ദകുമാർ പറഞ്ഞു. തട്ടിയെടുത്ത പണം മുഴുവൻ അനന്തു കൃഷ്ണന്റെ കമ്പനിയിലേക്കാണ് പോയിരിക്കുന്നത്. താൻ ആ കമ്പനിയിൽ പങ്കാളിയല്ലെന്നും തട്ടിപ്പിൽ മറ്റാർക്കും പങ്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഈ ആരോപണത്തെ എതിർത്ത് ലാലി വിൻസെന്റ് രംഗത്ത് വന്നു. അനന്തു കൃഷ്ണൻ വഴിയാണ് താൻ ആനന്ദകുമാറിനെ പരിചയപ്പെട്ടത് എന്നാണ് ലാലി വിൻസെന്റ് പ്രതികരിച്ചത്. 4 വർഷം മുമ്പ് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടന്ന പരിപാടിയിൽ വെച്ചാണ് ആനന്ദകുമാറിനെ പരിചയപ്പെട്ടത് എന്നാണ് തന്റെ ഓർമ്മയെന്നും അനന്തു കൃഷ്ണനെ മകനെപ്പോലെ കൊണ്ടു നടന്ന വ്യക്തിയാണ് ആനന്ദകുമാർ എന്നും തന്നെയുമല്ല ആനന്ദകുമാറിന്റെ ഓഫീസിലേക്ക് പോയിട്ടില്ലെന്ന് അയാൾ പറയുന്നത് കള്ളമാണെന്നും ലാലി കൂട്ടിച്ചേർത്തു. എന്നാൽ തന്റെ ഓഫീസിലേക്ക് അനന്തു കൃഷ്ണനെ കൊണ്ടുവന്നത് ലാലി വിൻസെന്റ് ആണെന്നും അപ്പോഴാണ് പരിചയപ്പെട്ടതെന്നുമാണ് ആനന്ദകുമാറിന്റെ ആരോപണം. അനന്തു കൃഷ്ണന്റെ അഭിഭാഷകയായിരുന്ന ലാലി വിൻസെന്റ് തട്ടിപ്പ് കേസിൽ 7ാം പ്രതിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെട്ട VIP-കൾ ഈ തട്ടിപ്പിന്റെ ഭാഗമാണെന്നും അവരുടെ പേരുകൾ പോലീസിനോട് പറയുമെന്നും ലാലി വിൻസെന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സാമൂഹ്യ സംഘടനകളും മതസംഘടനകളും സന്യാസ സ്ഥാപനങ്ങളും ഈ തട്ടിപ്പിൽ കണ്ണികളാണെന്നും അവയെല്ലാം തുറന്നു പറയുമെന്നും ലാലി വിൻസെന്റ് കൂട്ടിച്ചേർത്തു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.